റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയ ഒരു KTM ബൈക്ക് എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിനെ പറയും. ഹിമാലയൻ 450 ഇപ്പോൾ എനിക്ക് ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. ഏകദേശം 160 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഫൈനലി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തി. നമ്മുടെ കയ്യിലുള്ളത് ഹിമാലയൻ 450 ആണ്. ഒരു ഭീമാകാരനായ ബൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ ഹിമാലയൻ 450 നമുക്കിപ്പോൾ പറയാം. പുതിയൊരു LED യൂണിറ്റ് ആണ് ഹിമാലയന് വന്നേക്കുന്നത്. സൂപ്പർ മെറ്റീരിയൽ ഇരിക്കുന്ന അതേ സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇലുമിനേഷൻ ഭയങ്കര കുറവാണ്. 43 mm 200 mm ട്രാവൽ ഉള്ള ഒരു ഷോവയുടെ ഫോക്കാണ് ഇത് വരുന്നത്. 320 mm ഡിസ്പ്ലേക്കാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ടയറിന്റെ ഗ്രിപ്പും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഓൺ റോഡിൽ ഓഫ് റോഡിൽ ഒരേപോലെ തന്നെ പെർഫോം ചെയ്യുമെന്നാണ് അറിഞ്ഞത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 452 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. DOHC എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. അത് 40 HP പവറും 40 Nm ടോർക്കുമാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 32 Nm ടോർക്കുള്ള ഒരു 4000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. റിയർ സസ്പെൻഷൻ വരുന്നത് ലിങ്കേജ് ടൈപ്പ് തന്നെയാണ്. 230 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വരുന്നത്. 270 mm റിയർ ഡിസ്ക് ആണ്. നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു ബൈക്ക് എടുത്ത് നോക്കിയാലും 270 mm ഡിസ്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് കാണത്തില്ല. ഇൻഡിക്കേറ്ററിൽ തന്നെയാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് വരുന്നത്. 196 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. വണ്ടിക്ക് അത്യാവശ്യം നല്ലപോലെ വൈബ്രേഷൻ ഉണ്ട്. 4000 RPM കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തീ പോലാണ് വണ്ടി കയറി പോകുന്നത്. ഒരു അഡ്വഞ്ചർ 390 ഓടിക്കുന്ന ഒരു ഫീൽഡ് വേണം നമ്മൾ ഹിമാലയൻ 450 നമ്മൾ ഓടിക്കാൻ. ടോപ്പ് എൻഡിന് വേണ്ടി ഇപ്പൊ പണിഞ്ഞ് വെച്ചൊരു ഹിമാലയൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.